ശ്രദ്ധിക്കണം. ഒരു നിമിഷം പോലും ശ്രദ്ധ തെറ്റിപ്പോകരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും നമുക്കൊക്കെ അവൻ തരട്ടെ. പിന്നെയും പിന്നെയും ദുആ ചെയ്യുന്നത് വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും ഒക്കെ മലകളാണ്. നമ്മളാരും സുരക്ഷിതരല്ല. പലരും താമസിക്കുന്നത് ഈ മലയുടെ ഇറക്കുകളിലാണ്. വലിയ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക. ഭൂമിശാസ്ത്രപരമായിട്ട് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയല്ലാത്തതൊക്കെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഡാമെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പറയും വേണ്ട, അത് വേറെ. എന്നാൽ പിന്നെ കുറെ ജില്ലകൾക്ക് അഡ്രസ് തന്നെ ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. ഏതായാലും എല്ലാം ഈ ഭൂമി എല്ലാം കുലുക്കി തുപ്പുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ വരുന്നുണ്ട്. നമ്മളെ തൊട്ടടുത്ത ക്ലാസ് അങ്ങോട്ടെത്തും. സൂറത്തുൽ ഇൻഷിഖാഖിലല്ലേ അത്. ഭൂമി അതിൻ്റെ വയറ്റിലുള്ളതൊക്കെ പുറത്തേക്ക് ഇങ്ങ് തുപ്പും. പുറത്തേക്ക് ഇങ്ങ് എറിഞ്ഞിട്ട് വത്തഹല്ലത്ത്, അതിൻ്റെ വയറ് കാലിയാകുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇപ്പൊ ചൂരൽമലയെ പോയിട്ടുള്ളൂ. അതല്ല സംഭവിക്കുന്നത്. ലോകം മൊത്തം ആ ഒരു അവസ്ഥയാണെങ്കിൽ അതേക്കുറിച്ചൊന്ന് ആലോചിച്ചു. അതിന്റെ ഭീകരത എത്രയായിരിക്കും. അതാണല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അവർക്കൊക്കെ ഒരു പാഠമായിട്ട്, അല്ല ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ട് കേട്ടോ എന്ന് ഇടക്കിടക്ക് ഒന്ന് വിവരം തരണം. അതിനു വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെ നാം ഇടയ്ക്കിടെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. കൃത്യമായ അർത്ഥാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. വല്ലാഹു മുബ്തലീക്കും, അങ്ങനെയും പറയും. ഈ ആശയം അറബി ഭാഷ അറിയുന്നവർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയൂട്ടോ. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നവനാണ്, അങ്ങനെയും പറയാം. പക്ഷെ അത് എപ്പോഴും വേണം, ഇടയ്ക്കിടെ വരണം എന്നില്ല. അത് ഇടയ്ക്കിടെ വരണം എന്നില്ല. എന്നും പരീക്ഷണം തുടർന്നാൽ അപ്പോഴും പറയാം. പക്ഷെ ഇടക്ക് വരും, ഇടക്ക് നിർത്തിവെക്കും, വീണ്ടും പരീക്ഷണം കൊണ്ടുവരും, വീണ്ടും അത് പിൻവലിക്കും. ഈ ഒരവസ്ഥയിലാണ് വലനബ്ലുവന്നക്കും എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഫിഅലിയായ ജുംല, ഇസ്മിയായ ജുംല എന്നൊക്കെ പറയും. ഫിഅലിയായ ജുംലയാകുമ്പോൾ അവിടെ ഇടയ്ക്കിടെ സ്റ്റോപ്പ് ആവലും ഉണ്ടാവലും ഉണ്ടാവും. അതാണ് അതിൻ്റെ കാര്യം. തജദ്ദുദു ഹുദൂസ് എന്നൊക്കെ പറയും ഉസ്താദുമാരുടെ ഭാഷയിൽ. അതായത് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലനബ്ലുവന്നക്കും, ലോകം തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പുതിയ പ്രതിഭാസമാണെന്നൊന്നും മനസ്സിലാക്കരുത്. എത്ര കേട്ടതാ നമ്മൾ. ഗുജറാത്ത് ഭൂകമ്പം മുമ്പ് കേട്ടിട്ടുണ്ട്, സുനാമി കേട്ടിട്ടുണ്ട്, കത്രീന കേട്ടിട്ടുണ്ട്, വെള്ളപ്പൊക്കങ്ങളുടെ ദുരന്തങ്ങൾ പലതും കേട്ടിട്ടുണ്ട്, ഉരുൾപൊട്ടലുകൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ എത്തിയതിനെ കുറിച്ചേ ബോധം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ അത് മറക്കൂലേ? മറക്കുപോയി, യാതൊരു സംശയവും ഇല്ല. ഇത് മറക്കും. 2 ആഴ്ചത്തെ ആയുസ് പോലും അതിനുണ്ടാവില്ല. അതിനു മുമ്പ് ഇതൊക്കെ മറന്ന് വീണ്ടും ആർമാദിക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ അവസ്ഥ. ഈ ഒരു ദുരന്തം വന്നത് ചൂരൽമലയിലുള്ള ആളുകൾ എന്തോ കുഴപ്പക്കാരായതുകൊണ്ടാണോ? അങ്ങനെ മനസ്സിലാക്കരുത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തിട്ട് നമ്മളെ നന്നാക്കാനായിരിക്കും. അവരെ ശുഹദാക്കളുടെ ലിസ്റ്റിലേക്ക് അങ്ങ് ഉയർത്തിയിട്ട് ഇപ്പുറത്ത് ആർമാദിച്ചു കഴിയുന്ന ടീം ഇത് കണ്ടിട്ടെങ്കിലും നേരെയായാൽ അവരെ എനിക്ക് ശുഹദാക്കളുടെ ലിസ്റ്റിൽ പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഇവര് അതൊക്കെ കണ്ടിട്ട് നന്നായി കിട്ടുകയാണെങ്കിൽ ഇവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാലോ. ഇതാണ് അല്ലാഹുവിന്റെ നയം. അല്ലാതെ ഒരിക്കലും അവിടെ മരിച്ചുപോയ ആളുകളൊക്കെ എന്തോ മോശക്കാരാന്ന് കരുതരുത്. നമ്മൾ വിഷയങ്ങൾ പറയുമ്പോൾ വളരെ കരുതി വേണം പറയാൻ. അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. വലനബ്ലുവന്നക്കും, തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ ഇടയ്ക്കിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ അർത്ഥം പൂർത്തിയാവുള്ളൂ. ഇതാണ് ഖുർആൻ പരിഭാഷയും തഫ്സീറും തമ്മിലുള്ള മാറ്റം. മുഫസ്സിരീങ്ങൾ എഴുതുമ്പോഴേ അതൊക്കെ കിട്ടുള്ളൂ.
ഇടയ്ക്കിടെ പരീക്ഷിക്കുന്നുള്ള അർത്ഥമൊക്കെ അവർക്കേ കിട്ടുള്ളൂ. മറ്റോല് നമ്മൾ നിങ്ങളെ പരീക്ഷിക്കുന്നു പറയും, അവിടെ കഴിയുക. പക്ഷെ ഭാഷയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നവർക്ക്, ഇമാമിങ്ങൾക്ക്, മുഫസ്സിരീങ്ങൾക്ക്, തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാമുകൾക്ക് മാത്രമേ അതിന്റെ കൃത്യമായ അർത്ഥം എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ നാം ഇടയ്ക്കിടെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത്. ബിഖൗഫിൻ അങ്ങനെ പറയായിരുന്നു, വജൂഇൻ അങ്ങനെയൊക്കെ പറയായിരുന്നു. ഭയം കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, അങ്ങനെയല്ല പറഞ്ഞത്. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ശകലം ഭയം കൊണ്ട്, അല്ലറ ചില്ലറ ഭയം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. പേടിപ്പിക്കേണ്ട രൂപത്തിൽ പടച്ചോൻ പേടിപ്പിച്ചിട്ടില്ല. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് നടത്തും. ബിശൈഇൻ മിനൽ ഖൗഫ്. നോക്ക്, നിങ്ങൾ എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളും എഴുതി ബിശൈഇൻ മിനൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ ബിഖലീലിൻ മിനൽ ഖൗഫ്, ചെറിയ ഭയം അത് അല്ലാഹു തന്ന് പരീക്ഷിക്കും. അപ്പൊ ഇതൊക്കെ ചെറുതാണ്, ഇതൊക്കെ ചെറുതാണ്. ഞാൻ പറയല്ലേ, വലിയ പേടിപ്പിക്കൽ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ചെറുതാണ്. എന്തിനാണ് ഈ ചെറുത് തരുന്നത് എന്ന് നീ പറയുന്നുണ്ട്. ചെറിയ തരത്തിലുള്ള ഭയം, വൽ ജൂഇ പട്ടിണിയും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് സമ്പത്തും ശരീരങ്ങളും, അതായത് മെമ്പർമാരും അതുപോലെ തന്നെ വരുമാനങ്ങളും ചുരുക്കി നശിപ്പിച്ച് എല്ലാം തൂത്തെറിഞ്ഞും അവരെ നമ്മള് ചെറുതായൊന്ന് പരീക്ഷിക്കും. ഈ ഘട്ടത്തിൽ വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വബശ്ശിരി സ്വാബിരീൻ, ഈ ഘട്ടത്തിൽ മനക്കരുത്തോടെ മുന്നേറുന്നവർക്ക് നബിയെ തങ്ങൾ സുവിശേഷം അറിയിക്കണം. അവർക്ക് ഗുഡ് ന്യൂസ് കൊടുക്കണം. അവർക്ക് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുത്തോളൂ. ഏതാണ് ആ സ്വാഭിരീങ്ങൾ? അല്ലദീന ഇദാ സ്വാബതുഹും മുസീബ, ഇപ്പറഞ്ഞ ഏതെങ്കിലും ഒരു മുസീബത്ത് അവർക്ക് വന്നണഞ്ഞാൽ, അത് ചിലപ്പോൾ എന്തായിരിക്കും? വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് ഭയമായിരിക്കും. അല്ലാഹു ഭയം കൊണ്ടായിരിക്കും അല്ലാഹു പരീക്ഷിക്കുക. ചിലപ്പോൾ പട്ടിണി കൊണ്ടായിരിക്കും, ഭക്ഷ്യക്ഷാമം. ചിലപ്പോൾ വരുമാനങ്ങൾ കുറയലായിരിക്കും. ചിലപ്പോൾ മനുഷ്യർ മരിച്ചൊടുങ്ങലായിരിക്കും. ചില സമയങ്ങളിൽ സാമ്പത്തിക തകർച്ചയായിരിക്കും. കണ്ടങ്ങളെല്ലാം വന്നല്ലോ. എന്നാ ചൂരൽ മലയിൽ ഇതെല്ലാം കൂടെയാണ് അല്ലെ, ഒരുമിച്ച്. ഇതിലേതല്ലാത്തത് ബിശൈഇൻ മിനൽ ഖൗഫ്. പേടിച്ചോന്ന് ചോദിച്ചാൽ ഇപ്പോഴും പേടിച്ചരണ്ട സമൂഹം ഇപ്പോഴും നേരെയായിട്ടില്ല. പല വീഡിയോ ക്ലിപ്പുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ചിലരുടെയൊക്കെ സംസാരം കേട്ടപ്പോൾ, ഇന്നലെ ഒരാളുടെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ, അയാളുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില സംസാരം കേട്ട അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണോ എന്ന് തോന്നിപ്പോവും. ചില സംസാരം കേട്ട എന്തോ കുഴപ്പമുണ്ടോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള തരത്തിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മൊത്തം രംഗം, അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ്. നേരിട്ട് കണ്ട ആ മഹാരംഗം, ചളിയിലൂടെ എത്രയോ നീന്തി അതും അങ്ങനെ വളരെ സമർത്ഥമായി അതിൽ പെടാതെ അദ്ദേഹം രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു രക്ഷപ്പെടുത്തി. വേറൊന്നും പറയാനില്ല. ഒരാളുടെ സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തൊരു അത്ഭുതമാണ്. അമ്മയെയും കുട്ടിയെയും ഒക്കെ കയ്യും പിടിച്ച് പോയ ഒരു സഹോദരി എത്തിപ്പെടുന്നത് ഒരു കൊമ്പന്റെ മുമ്പിൽ. നിങ്ങൾ കണ്ടു, ആലോചിച്ചു. ആ കൊമ്പന്റെ മുമ്പിൽ എത്തിപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു കൊമ്പനാനയുടെ മുമ്പിലേക്കാണ് എത്തിപ്പെടുമ്പോഴുള്ള അവസ്ഥ. പേടിച്ചിട്ടാ ഓടുന്നത്. ചെന്ന് വീണത് കൊമ്പനാനയുടെ മുമ്പിലാണ്. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം പറയാനാണ്. അപ്പൊ ഈ പെണ്ണ് പറയാണ്, ഞങ്ങൾ കൈകൂപ്പി പറഞ്ഞു, ഞങ്ങൾ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് വരുന്നത്, വലിയൊരു ദുരിതത്തിൽ നിന്നാണ് വരുന്നത്, ഒന്നും ചെയ്യരുതേ എന്ന്. അപ്പൊ ഈ കൊമ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകി. ആ സഹോദരി പറയാണ്, ആ അമ്മ പറയാണ്, ഞാൻ ഈ പറയുന്നത് ശരിക്കാലോചിക്കണം. എന്നിട്ട് ആ തോര മഴയത്ത് ആ കൊമ്പന്റെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ ഉറങ്ങിയത് എന്ന് ആ പെണ്ണ് പറയുമ്പോൾ ഒന്നും ചെയ്തില്ല.
ഈ മഹാദുരന്തത്തിനിടയിലും പടച്ചോനെ അന്വേഷിക്കുന്നവർക്ക് ഇതിലും വലിയ ദൃഷ്ടാന്തം എന്താ വേണ്ട? പടച്ചോനുണ്ട് എന്നുള്ളത്. ആ കൊമ്പന്റെ മനസ്സ് മാറ്റിക്കൊടുത്തില്ലേ? അവന്റെ പേരാണ് പടച്ച റബ്ബ്. സംശയിക്കണ്ട. എന്നിട്ട് എന്തുകൊണ്ട് പടച്ചോൻ ഈ കുട്ടികളോടും ഇവരോടും ഒന്നും കരുണ കാണിച്ചില്ല? അങ്ങനെയാണ് ചിലരുടെ വലിയ പ്രശ്നം. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. അതിലേക്ക് വരാം. ഓലിപ്പോ നല്ല മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ദുരന്തങ്ങൾ വരുമ്പോൾ ഒരു കുട്ടിയെ രക്ഷിക്കുകയോ രക്ഷാപ്രവർത്തനം നടത്തുകയോ ഒരു 10 റുപ്യയുടെ മുണ്ട് വാങ്ങിക്കൊടുക്കുകയോ ഒരു 10 റുപ്യയുടെ അന്നം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യൂല ഈ മനുഷ്യപ്പറ്റില്ലാത്ത വർഗം. പിന്നെന്താ? അവിടെയും അവരന്വേഷിക്കുന്നത് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു നടക്കുകയാണ്. മറ്റു മതക്കാരുടെയൊക്കെ ഇലാഹുകളെ കുറ്റപ്പെടുത്തുകയും അവരെ മക്കാറാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പച്ച യാഥാർത്ഥ്യമായ പടച്ച റബ്ബ് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് അതിനെ തൗഫീഖുള്ളൂ. അങ്ങനെ ഒരു വിഭാഗം, ഒരു മുരടിച്ച വിഭാഗം, അത്രേ അവരെ പറ്റി പറയാനുള്ളൂ. ഇത്തരം ഒരു പ്രവർത്തനത്തിലും അവരുണ്ടാവില്ല. ഈ രക്ഷാപ്രവർത്തനത്തിലൊന്നും അവരെത്തിയിട്ടുണ്ടാവില്ല. അവിടേക്കൊക്കെ സഹായഹസ്തങ്ങൾ നീണ്ടത് ഈ മതവിശ്വാസികളുടേതായിരിക്കും. ഇവര് ഗാലറിയിൽ ഇരുന്നിട്ട് അപ്പോഴും എവിടെ പടച്ചോന്ന് ചോദിക്കുകയാണ്. വേറൊരു കൂട്ടർ എവിടെയാണ് ഔലിയാക്കൾ എന്ന് ചോദിക്കുകയാണ്. എവിടെയാണ് മഹാന്മാരെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എന്തേ ആ സ്ഥാപനം ഈ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു വൃത്തികെട്ട സമൂഹം. ഒരു ടീം യുക്തിവാദികളാണെങ്കിൽ മറു ടീം മതത്തിനകത്തെ യുക്തിവാദികളാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുമാത്രം വലിയ ഭയമായിരിക്കും ഈ സഹോദരിയെയും തന്റെ കുടുംബത്തെയും പിടിമുറുക്കിയത് ആ സമയത്ത്. പക്ഷെ അള്ളാഹു സംരക്ഷണം നൽകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സംരക്ഷണം നൽകണം. അള്ളാഹു നമുക്കൊക്കെ അവന്റെ ഹിഫ്ള് പരിപൂർണമായി നൽകട്ടെ. അവന്റെ സംരക്ഷണം അള്ളാഹു നൽകട്ടെ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയല്ലേ ഉണ്ട്, വൽ ജൂഇ, പട്ടിണിയില്ലേ. ഇതൊക്കെ നമ്മൾ അവിടുന്ന് കേട്ട വാർത്തകളാണ്. വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്തയും സുഖകരമല്ല. വനഖ്സിൻ മിനൽ അംവാലി, സാമ്പത്തിക നഷ്ടം എത്രയാണ്? ഓരോരുത്തരുടെയും സാമ്പത്തിക നഷ്ടം എത്ര?